നമസ്കാരം. പി.വി. അൻവർ എന്ന രാഷ്ട്രീയ നേതാവിന് ഇതുവരെ അനധികൃതമായ സംരക്ഷണം നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അൻവറാണ് പിണറായിസത്തിന്റെ ഏറ്റവും നല്ല വക്താവ് എന്നതുകൊണ്ട് തന്നെ അൻവറുടെ തിരിമറികളും തട്ടിപ്പുകളും ഭൂമികയേറ്റവും നിയമവിരുദ്ധ പ്രവൃത്തികളുമൊക്കെ പിണറായിയും അദ്ദേഹത്തിൻ്റെ പോലീസും സർക്കാരും സംരക്ഷിച്ചു. എന്നാൽ ഒടുവിൽ പാലൂട്ടി വളർത്തിയ കൈകളിൽ തന്നെ കടിച്ചിരിക്കുകയാണ് പി.വി. അൻവർ. പിണറായിയുടെ പോലീസിനെ ശരിയാക്കാൻ എന്ന വ്യാജേനെ അൻവർ രംഗത്തിറങ്ങിയിരിക്കുന്നത് മറ്റു ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ. അൻവറിൻ്റെ പിന്നിൽ തീവ്രവാദ ശക്തികൾ പോലുമുണ്ട് എന്ന് ആരോപണ വിധേയനായ ADGP MR അജിത് കുമാർ അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തിരിക്കുന്നു. ശ്രദ്ധേയമായ കാര്യമാണ്, ഇങ്ങനെ മൊഴി കൊടുത്തിരിക്കുന്ന ADGP അജിത് കുമാർ ഇപ്പോഴും കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ് എന്നത്. ADGPയുടെ ഈ റിപ്പോർട്ട് ചെറിയ അനുരണനങ്ങളല്ല ഉണ്ടാക്കുക. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നതടക്കം വലിയ കുറ്റകൃത്യമായി വ്യാഖ്യാനിക്കപ്പെടുന്നതൊക്കെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നു. ADGP അജിത് കുമാറിൻ്റെ മൊഴികളും അജിത് കുമാറിൻ്റെ റിപ്പോർട്ടുകളുമൊക്കെ കേരളത്തിലെ പല നിയമവിരുദ്ധ ഇടപാടുകൾക്കും തടയിടുന്നതിന് വേണ്ടി കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചേക്കും എന്ന സൂചനയാണുള്ളത്. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ കുരുക്കിലാവുക ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത പി.വി. അൻവർ തന്നെയാവും. ADGP അജിത് കുമാറിൻ്റെ മൊഴി മാത്രമല്ല, അൻവറുടെ കുറ്റസമ്മതങ്ങളും വളരെ ഗൗരവത്തോടു കൂടിയായിരിക്കും കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യുക. താൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവരുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്ന് അൻവർ തന്നെയാണ് സമ്മതിച്ചത്. അതിനുവേണ്ടി അല്പം ചില്ലറ മുടക്കിയെങ്കിലും അതീവ പ്രാധാന്യമുള്ള അതീവ രഹസ്യമായ പല വിവരങ്ങളും തനിക്കറിയാം എന്ന് അൻവർ വെളിപ്പെടുത്തി. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ഞാൻ ചെയ്തു. പല പോലീസ് ഓഫീസർമാരുടെയും ഫോൺ കോൾ ഞാൻ ചോർത്തി. അത് ചിലത് ഞാൻ ടെലികാസ്റ്റ് ചെയ്തു. ഇനിയും ഒരുപാട് കോളുകൾ ടെലികാസ്റ്റ് ചെയ്യാനുണ്ട്. ഇങ്ങനെ ചെയ്യേണ്ടി വന്നതിൻ്റെ ഗതികേട് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടി വന്നതാണ്. രാജ്യവിരുദ്ധമായ, ദേശവിരുദ്ധമായ, സാമൂഹിക വിരുദ്ധമായ അവരുടെ പ്രവർത്തികൾ ജനങ്ങളെ, സർക്കാരിനെ, എൻ്റെ പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ ഇതല്ലാത്ത ഒരു മാർഗവും എൻ്റെ മുമ്പിലില്ലാത്തതുകൊണ്ടാണ് ഈ ഫോൺ കോളുകൾ ചോർത്തി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ടി വന്നത്. എന്നെ പോലെയുള്ളവരൊക്കെ ആദ്യം കരുതിയത് മൊബൈൽ ഫോൺ റെക്കോർഡ് ചെയ്തതിനെയാണ് ഈ ചോർത്തൽ എന്ന് അൻവർ സ്വയം വിശേഷിപ്പിച്ചത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. പോലീസിൻ്റെ ഔദ്യോഗികമായ പല രേഖകളും അൻവർ ചോർത്തിയിരിക്കുന്നു. ഔദ്യോഗിക രഹസ്യ നിയമത്തിൻ്റെ ലംഘനം തന്നെ നടത്തിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരുന്നു. ഗവർണർ വെറുതെയല്ല അൻവറിൻ്റെ ഫോൺ ചോർത്തലിനെതിരെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ഫോൺ ചോർത്തൽ അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണെന്നും അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലേക്ക് വളരാൻ ഇടയുണ്ടെന്നും ആശങ്കപ്പെടുന്നവർ ഏറെയാണ്. അതിനിടയിലാണ് അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു ഡോക്യുമെൻ്റ്, ഒരു അന്വേഷണ റിപ്പോർട്ട് അൻവർ ചോർത്തിയെടുത്ത് തൻ്റെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തത്. സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ട് കേരള പോലീസിലെ ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ അനുകൂലികൾ കൊടുക്കാൻ നോക്കിയത് കണ്ണൂരിലുള്ള സഖാവ് കാരായ രാജൻ ഉൾപ്പെടെയുള്ളവരെയാണ്. ഇക്കേസിലെ ആദ്യത്തെ സംഘപരിവാർ അനുകൂല അന്വേഷണ സംഘം എങ്ങനെ അട്ടിമറിച്ചു എന്നത് സംബന്ധിച്ച് പിന്നീട് കേസ് അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് DYSP അന്നത്തെ ക്രൈംബ്രാഞ്ച് SPക്ക് നൽകിയ റിപ്പോർട്ടിൻ്റെ കോപ്പി പൊതുജനങ്ങളുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു റിപ്പോർട്ട് അൻവർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഇത് വളരെ ഗൗരവമുള്ള ഒരു കുറ്റകൃത്യമായി വിലയിരുത്തപ്പെടുന്നു. പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടുകളും ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുമൊക്കെ അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖയാണ്. ഈ രേഖയൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ മറ്റൊരു ഉദ്യോഗസ്ഥന് കൈമാറിയാൽ അതിൻ്റെ രഹസ്യ സ്വഭാവം രണ്ട് ഉദ്യോഗസ്ഥരും നിലനിർത്താൻ ബാധ്യസ്ഥരാണ്. അയാപ്സ് എന്നൊരു സോഫ്റ്റ്വെയറിലൂടെയാണ് ഈ രേഖകൾ കൈമാറുന്നത്. ഓരോ പോലീസ് ഓഫീസർക്കും ലോഗിൻ ഡീറ്റെയിൽസ് ഉണ്ട്. അവരവരുടെ പാസ്വേഡ് ഉപയോഗിച്ചാണ് ഈ രേഖ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇത് ആര് ഓപ്പൺ ചെയ്യുന്നു, ആര് ഡൗൺലോഡ് ചെയ്യുന്നു എന്നതൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നതാണ്. ഇത് വിവരാവകാശ പരിധിയിൽ പെടുന്നതല്ല. അത്തരമൊരു റിപ്പോർട്ടാണ് അൻവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടുകൂടി അൻവർ ഫോൺ ചോർത്തി എന്ന് സ്വയം അവകാശപ്പെട്ടത് വെറുതെയല്ലെന്നും ആരുടെയും രേഖകൾ, പോലീസിൻ്റെ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളും രേഖകളും വരെ ചോർത്താനുള്ള കെൽപ്പ് അൻവർക്കുണ്ടെന്നും
അതിനുള്ള വലിയ സംവിധാനങ്ങൾ അൻവർക്കുണ്ടെന്നും വ്യക്തമാകുന്നു. വാട്സാപ്പിലൂടെ പ്രചരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടതിന്റെ പേരിൽ മറുനാടനെതിരെ ചുമത്തണമെന്ന് അൻവർ ആവശ്യപ്പെട്ടത് IT ആക്ടിലെ 66F ആണ്. ഇത് ജീവപര്യന്തം തടവ് കിട്ടുന്ന രാജ്യദ്രോഹ കുറ്റമാണ്. എന്നാൽ അൻവർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ആ വകുപ്പ് ചുമത്താൻ കഴിയുന്ന കുറ്റകൃത്യവും ഫോൺ ചോർത്തിയെടുക്കുക, എന്നിട്ടത് സമ്മതിക്കുക, പിന്നീട് പോലീസിന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ പുറത്തുവിടുക എന്നത് IT ആക്ടിലെ 66F ആകർഷിക്കുന്ന അതീവ ഗൗരവമുള്ള കുറ്റകൃത്യം തന്നെയാണ്. അൻവറുടെ മേൽ ഇതടക്കമുള്ള വകുപ്പുകൾ ചുമത്തുന്നതിനെക്കുറിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആലോചിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പിന്നിലെ ഗൂഢാലോചനയും തീവ്രവാദ ബന്ധങ്ങളും സ്വർണ്ണക്കടത്തും പിടിച്ചുപറി സംഘവും ഒക്കെ ദേശീയ ഏജൻസികളുടെ ചർച്ചാ വിഷയമാവുമ്പോൾ അൻവറുടെ ഫോൺ ചോർത്തലും രേഖ ചോർത്തലും അതിന്റെ ഭാഗമായി കൂടാഴുകയില്ല. എന്തായാലും അൻവർ സ്വയം കുഴിച്ച കുഴിയിൽ വീണിരിക്കുകയാണ്. അൻവറിന്റെ അമിതമായ ആത്മവിശ്വാസം അൻവറെ കൂടുതൽ കുരുക്കിലാക്കുമെന്ന് തീർച്ച. അൻവറുടെ ആഫ്രിക്കയിലെ സ്വർണ്ണ ഖനനം അടക്കമുള്ളവയും അന്വേഷണ ഏജൻസികളുടെ പുതിയ അന്വേഷണത്തിന് വിധേയമായേക്കാം. ഇപ്പോൾ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ളവർ അൻവറെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്നിലധികം തവണ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട്. പഴയ സ്വർണ്ണ ഖനന ഇടപാടടക്കം ഗൗരവമേറിയ വിഷയമായി ഇനിയും രൂപപ്പെട്ടു വരാം. ഹിന്ദു ഐക്യവേദിയുടെ നേതാവായ അഡ്വക്കേറ്റ് ഭാർഗവ് റാമിന്റെ കുറിപ്പ് ഇത്തരുണത്തിൽ പ്രസക്തമാണ്. മാമി തിരോധാന കേസിന്റെ അന്വേഷണ സംഘത്തിൽ നിന്നും ചില പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റരുത് എന്ന് ശ്രീ PV അൻവർ ക്രൈംബ്രാഞ്ച് മേധാവിയോട് ആവശ്യപ്പെട്ടതായി വാർത്ത വരുന്നു. ഈ കേസിലോ മറ്റേതെങ്കിലും കേസിലോ PV അൻവറിന്റെ ഇത്തരം ശുപാർശകളോ ആവശ്യങ്ങളോ പരിഗണിക്കുമ്പോൾ പലവട്ടം ആലോചിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പോലീസ് സംവിധാനങ്ങളിൽ നിന്നും ആ സ്ഥാനത്തു നിന്നും രഹസ്യരേഖകൾ ചോർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ സ്ഥാപനം തീവെച്ച കേസ് അന്വേഷിച്ച ചില ഉദ്യോഗസ്ഥരെ മാത്രം ലക്ഷ്യം വെച്ച് തയ്യാറാക്കപ്പെട്ടതും ക്രൈംബ്രാഞ്ച് മേധാവിക്ക് സമർപ്പിക്കപ്പെട്ടതുമായ റിപ്പോർട്ട് അദ്ദേഹം കൈവശപ്പെടുത്തി പ്രസിദ്ധീകരിച്ചതിൽ നിന്നും ബോധ്യമാവുന്നു. കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കളുടെ ഫോൺ ചോർത്തുന്ന കാര്യം അദ്ദേഹം സ്വമേധയാ തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നിരിക്കെ മാമി കേസിലെ മറ്റേതെങ്കിലും കേസിലോ അന്വേഷണ ഉദ്യോഗസ്ഥരായി വരുന്ന ഉദ്യോഗസ്ഥർക്കെതിരായി ഏതെങ്കിലും രഹസ്യരേഖകൾ നിലവിലുണ്ടെങ്കിൽ അതും ചോർത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യതയിൽ അത് ദുരുപയോഗം ചെയ്യപ്പെടും എന്ന് പരിഗണിച്ചും അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളുടെയും ചോർത്തിയ ഫോൺ രേഖകൾ ഉണ്ടെങ്കിൽ അത് മുന്നിൽ വെച്ചും വിലപേശി കേസന്വേഷണം റിപ്പോർട്ടും തന്റെ വഴിയിലും നിയന്ത്രണത്തിലും കൊണ്ടുവരാൻ ശ്രീ PV അൻവറിന് കഴിയും എന്ന സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആയതിനാൽ പോലീസ് സംവിധാനം അടിയന്തരമായി അനധികൃതമായി ഫോൺ കോളുകൾ ചോർത്തിയതിലും ആഭ്യന്തര രേഖകൾ ചോർത്തിയതിലും സത്യസന്ധവും കാര്യക്ഷമവുമായ അന്വേഷണം ഉറപ്പുവരുത്തേണ്ടതും രഹസ്യരേഖകൾ ചോർത്തുന്ന പുഴുക്കുത്തുകൾ നീക്കം ചെയ്യേണ്ടതുമാണ്. നിരവധി രേഖകൾ ഇനിയുമുണ്ട് എന്ന് പരസ്യ പ്രസ്താവന നടത്തിയ ശ്രീ PV അൻവർ കൈവശപ്പെടുത്തിയ രഹസ്യരേഖകൾ എന്തൊക്കെ എന്നെങ്കിലും ലിസ്റ്റ് ചെയ്യുവാനോ ദുരുപയോഗപ്പെടുത്തുന്നു എന്നതുകൊണ്ട് തന്നെ അടിയന്തരമായി പിടിച്ചെടുക്കുവാനോ പോലീസിന് കഴിയുമോ? അനധികൃതമായി താൻ ഫോൺ ചോർത്തുന്നു എന്ന് പരസ്യ പ്രസ്താവന നടത്തിയിട്ടും അദ്ദേഹത്തിന്റെ ആ ചോർത്തൽ സംവിധാനത്തെ കണ്ടെത്തി കസ്റ്റഡിയിലെടുക്കാൻ എങ്കിലുമുള്ള ത്രാണി കേരള പോലീസ് കാണിക്കേണ്ടതല്ലേ? ഇതൊന്നും ചെയ്യാതെ പോലീസ് ഇപ്പോഴും ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുകയാണ് എന്നതാണ് തോന്നുന്നത്. ഇപ്പോഴും ശ്രീ PV അൻവറിന്റെ വിനീത വിധേയരായി ചില ഉദ്യോഗസ്ഥർ പെരുമാറുന്നത് കാണുമ്പോൾ ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരിലേക്ക് ചോർച്ചയുടെ ഉത്തരവാദിത്വം നീളുന്നുണ്ട് എന്ന് അവഗണിക്കേണ്ട സംശയമില്ല. ഡോക്ടർ ഭാർഗവ് റാം. എന്തായാലും അൻവർ ഇതിനൊക്കെ ഉത്തരം പറയേണ്ട സമയം അടുത്തുകൊണ്ടിരിക്കുന്നു.